എനിക്കുണ്ടല്ലോ ഈ ഡ്രസ്സ് ഒരു 19 വയസ്സായപ്പോൾ 18 വയസ്സൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക വാങ്ങിച്ചു തന്നതാണ് ഏട്ടാ. ഇത്രയും വർഷം ഒരു 11 വർഷത്തോളം ആയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ എല്ലാം കൂടി ഒരു 3-4 തവണയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഏട്ടാ. അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇടും. പിന്നെ പഴയ മോഡലൊക്കെ എന്നാലും ഒരു കൊത്ത് തോന്നിയിട്ട് ഇന്നൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടതാണ് ഏട്ടാ. അപ്പോൾ നമ്മളൊരു കല്യാണത്തിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി. മാമ, അപ്പച്ചി, അപ്പച്ചിയുടെ മോള്, കുട്ടി, എൻ്റെ കുട്ടികളോ, ഞാൻ എല്ലാവരും കൂടെ പോയി. സത്യം പറഞ്ഞാൽ വഴി അറിഞ്ഞൂടെ. പിന്നെ ഒരു വിധത്തിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, ലൊക്കേഷൻ പിന്നെ പറയണ്ടല്ലോ, കുരുക്കോഴികൾ മാത്രമേ അത് കാണിച്ചു തരത്തുള്ളൂ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളങ്ങനെ സ്ഥലത്തെത്തി. സത്യം പറഞ്ഞാൽ അപ്പച്ചെ കാരണത്തിരുന്ന് എന്നെ നന്നായിട്ട് വഴക്ക് പറയാനുണ്ടായിരുന്നു. അയ്യോ നീ എവിടെയാ നമ്മളെ കൊണ്ടുപോകണേന്നൊക്കെ. പക്ഷെ സ്ഥലത്തെത്തിച്ച് നമ്മൾ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. അങ്ങനെ ജിബിൻ വന്ന്, നമ്മൾ വെച്ചാൽ പെണ്ണിൻ്റെ സഹോദരനാണ് കേട്ടോ. ഇവരെ പരിചയപ്പെട്ട കഥയൊക്കെ ഞാൻ മുന്നേ മീൻസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ മോൾ അഡ്മിറ്റായിട്ട് കിടന്നപ്പോൾ 17-18 ദിവസം അഡ്മിറ്റായിട്ട് കിടന്നപ്പോൾ തൊട്ടടുത്ത് ബെഡിലുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ജിബിൻ, വൃന്ദ, അവരുടെ അമ്മയൊക്കെ. അപ്പോൾ ആ ഒരു വൃന്ദയുടെ മാരേജാണ് കേട്ടോ. അതിൻ്റെ തലേ ദിവസത്തെ പാർട്ടിക്കാണ് നമ്മൾ വന്നത്. പിന്നെ പാർട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഐസ്ക്രീം കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ ഫ്രഷ് ആയിട്ട് നാളെ രാവിലെ വരാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. രാവിലെ ഉണ്ടല്ലോ ഞാനും കുട്ടികളും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന്. അന്നാണെങ്കിൽ എൻ്റെ ഫോണിൽ ചാർജും ഇല്ല, റീചാർജും തീർന്ന്, ലൊക്കേഷനും നോക്കാൻ പറ്റില്ല. പിന്നെ ഒരു പരുവത്തിൽ നമ്മൾ സ്ഥലത്തെത്തി. അങ്ങനെ അവിടെ എത്തി. മാരേജൊക്കെ കറക്റ്റ് സമയത്തിന് കാണാനും എടുക്കാനൊക്കെ പറ്റിയേട്ടാ. അത് പിന്നെ വലിയ കാര്യമായി. എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടപ്പോൾ ഞാൻ കരുതി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരുമിച്ചിരുന്ന സദ്യയൊക്കെ കഴിച്ച്. പിന്നെ കൂടെ എന്താ, അവർ രണ്ടുപേരും മാത്രം എനിക്ക് നന്നായിട്ട് അറിയാവും. അവർ രണ്ടുപേരും നല്ല തിരക്കാണല്ലോ. ഒന്ന് കല്യാണ പെണ്ണാണ്, ഒന്ന് പെണ്ണിൻ്റെ സഹോദരനാണ്. പക്ഷെ എനിക്ക് അങ്ങനെ കമ്പനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ല. ഇവനുണ്ടല്ലോ അവരുടെ കസിനാണ് കേട്ടോ ഇവൻ്റെ ചേട്ടൻ. അവരൊക്കെ നല്ല കമ്പനിയായിരുന്നു. പിന്നെ വേറെ കമ്പനിയൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താ പറയുക, ഈ വൃന്ദയ്ക്ക് ഹസ്ബൻഡായിട്ട് വരുന്ന ആൾക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അപ്പോൾ അത്രയും.